നമുക്കൊരു ചക്കയുടെ ഉണ്ടാക്കാവേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചക്കയും ശർക്കരയും എല്ലാം കൂടെ ചേർത്തിട്ട് ചക്കയൊന്ന് വഴട്ടിയെടുക്കാം. ഇതിനകത്ത് നമ്മൾ ജീരകവും ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ശർക്കരയും കൂടെ ചേർക്കാം. നമ്മളിപ്പോൾ ഒരു ശർക്കരയുടെ ഒരു കാൽഭാഗം എടുത്തിട്ടുണ്ട്, ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ജീരകവും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ജീരകവും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ആവശ്യാനുസരണം ഏലക്കയും ജീരകവും കൂടെ ചതയ്ക്കാവുന്നതാണ്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കി വേവിക്കാൻ വേണ്ടി വെക്കാം. നന്നായിട്ടെല്ലാം കൂടെ കൂട്ടി ഇളക്കിയിട്ടുണ്ട്. ഇനി സ്റ്റൗ കത്തിച്ച് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. ശർക്കരയും തേങ്ങയും ജീരകവും ഏലക്കായും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ട് ചക്കയിൽ പിടിച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കപ്പിന് ഒരു 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഇത് മുഴുവൻ ചേർക്കത്തില്ലായിരിക്കും. അതിൻ്റെ ഒരു പിടുത്തം ഒരു കുഴയുടെ അനുസരിച്ചായിരിക്കും നമ്മൾ മാവ് ചേർക്കുന്നത്. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് ആദ്യത്തെ ബാച്ച് ഇളക്കിയിട്ട് രണ്ടാമത്തെ മുഴുവൻ പൊടിയും ചേർത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നോക്കാം. കുറച്ച് മാവിനൊരു ചെറിയ പിടുത്തമുണ്ട്. അപ്പം നമ്മൾ നല്ല തിളപ്പിച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഇലയിൽ ഉരുട്ടി വെക്കാൻ പാകത്തിനുള്ളൊരു പരുവത്തിന് വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലതായിട്ട് കുഴഞ്ഞ് നമ്മൾ അധികം ലൂസുമല്ല അധികം കട്ടിയല്ലാത്ത രീതിയിലായിട്ട് നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇലയിൽ പരത്താം. ഇത് കുമ്പിളിലയാണ്. കുമ്പിളിലയിലാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ചക്കയുടെ വാഴയിലയിലും വേണേൽ ഉണ്ടാക്കാം. നമ്മൾ ചക്കയുടെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ്.